ദൈവം മുൻപാകെ മുട്ടുമടക്കാത്ത കുടുംബം പ്രശ്നങ്ങൾക്ക് മുൻപാകെ മുട്ടുമടക്കേണ്ടി വരും. എന്നാൽ ദൈവം മുൻപാകെ മുട്ടുമടക്കി പ്രാർത്ഥനയോടുകൂടി ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന കുടുംബത്തിനു വേണ്ടി ഇതാ പ്രശ്നങ്ങൾ കടന്നു വന്നാലും സർവശക്തനായ ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതേ പ്രിയരെ, അതേ ലോകത്തിൽ അനവധിയായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ന്യായവിധികളും ഏറി വരുമ്പോൾ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്ത നോഹയെ പോലെ ഇതാ ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. ദൈവസന്നിധിയിൽ കുടുംബമായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാൻ കഴിയുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയങ്ങളെ കണ്ടെത്തി തന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർക്കാൻ, അതെ കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നിരിപ്പാൻ കഴിയുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്ന ഓരോ കുടുംബത്തിനു വേണ്ടി ദൈവം ഇടപെടുമെന്നുള്ളതായ ആലോചനകളാണ് ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നത്. തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തു എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് വേണ്ടി അതേ കർത്താവിനോട് കൂടെ ആശ്രയിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ആ രക്ഷയിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ആമേ ജീവിതത്തിൽ നാശത്തിലേക്കും ജീവിതത്തിന്റെ അവസ്ഥകളിൽ പ്രതിസന്ധികളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ, പ്രയാസങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ സമയങ്ങളെ ചെലവഴിക്കുക. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. സമാധാനമില്ലാതെ കിടക്കുന്ന അനവധി വിഷയങ്ങൾ കുടുംബപരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക് അതേ കർത്താവ് പ്രവർത്തിക്കുമെന്നാണ് ഈ വചനങ്ങളിലൂടെ സംസാരിക്കുന്നത്. അതിനാൽ സർവശക്തനായ ദൈവ വചനത്തിലൂടെ പറയുന്ന ഒരേ ഒരു ദൂതെന്ന് പറയുന്നത് കർത്താവിന്റെ സന്നിധിയിൽ സമയങ്ങളെ ചെലവഴിക്കുക, പ്രാർത്ഥിക്കുക, കുടുംബത്തിനായി അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.